ഇപ്രകാരം വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് കൊണ്ടുവന്ന് കർത്താവിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു. സിംഗപ്പൂരിലെ എബനേസർ മലയാളം ഫെലോഷിപ്പ് സഭയിലെ എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകമായിട്ട് സീനിയർ പാസ്റ്റർ ഗി വർഗീസ് അവർക്കും, എക്സിക്യൂട്ടീവ് പാസ്റ്റർ ഫിലിപ്പോസ് അവർക്കും, അതുപോലെ എൻ്റെ പരിചയത്തിലുള്ള പ്രിയ ബ്രദർ ബിനി മാത്യൂസ്, എൻ്റെ സിസ്റ്റർ ബ്ലസ്സി തോമസ് ഇന്ത്യൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ വൈഫും കാരനും ഉണ്ട്. എല്ലാവർക്കും, സഭയിലുള്ള എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. സൗണ്ട് ക്ലിയർ ആണല്ലോ? മലയാളത്തിൽ തന്നെയാ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നാൽ ഇംഗ്ലീഷും ഇടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഹൈലൈറ്റ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. താങ്ക് യു. താങ്ക് യു. ഞാൻ വളർന്നു വന്നത് ജമ്മു കാശ്മീരിലാണ്. എൻ്റെ മാതാവും പിതാവും ഇപ്പോഴും 41 വർഷമായിട്ട് ജമ്മു കാശ്മീരിൽ കർത്താവിൻ്റെ വെളിയിലായിരിക്കുന്നു. ഞാൻ അവിടെ വളർന്നുകൊണ്ട് എൻ്റെ മലയാളത്തിൽ ജമ്മുവിൻ്റെ ചൊവ്വ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും മലയാളത്തിൽ അപാകത വരുവാണെങ്കിൽ ദൈവമക്കള് അത് എൻ്റെ ജമ്മുവിലെ മലയാളമാണെന്ന് വിചാരിച്ച് അങ്ങ് ക്ഷമിക്കണം. And I will be using English as well. And because most of us are Malayalis here, എല്ലാവരും മലയാളത്തിൽ സംസാരിക്കുന്നുണ്ടാണ് ഞാൻ മലയാളത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, നമ്മൾ കഴിവില്ലാതിരിക്കുമ്പോഴാ ദൈവം നമ്മുടെ കഴിവില്ലായ്മയിൽ നമ്മളെ ഉപയോഗിക്കുന്നത്. എന്നെ ഈ സഭയോട് പരിചയപ്പെടുത്തിയ പ്രിയ ബെന്നി ബ്രദറിനോട്, തൻ്റെ പിതാവിനോടും എൻ്റെ പ്രത്യേക നന്ദിയെ ഞാൻ അറിയിക്കുന്നു. നമ്മൾ ഈ വർഷത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു ചിത്രം എടുക്കുകയാണെങ്കിൽ വളരെ ഒരു ബുദ്ധിമുട്ടിക്കൂടെ കടന്നുപോയ ഒരു വർഷമാണ്. എനിക്കറിയാം, നമ്മൾ ഈ സാക്ഷ്യത്തിൽ കൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനേകർ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞൊരു വിഷയം, ദൈവം നല്ലവനായിരുന്നു. സിംഗപ്പൂരിന്റെ പ്രദേശത്ത് ഇപ്രകാരം ഒരു ചെറിയ കൂട്ടമാണെങ്കിലും കർത്താവിന്റെ വെളിച്ചമായി നിൽക്കാൻ ദൈവം ഒരു കൂട്ടത്തെ ഒരുക്കിയനായ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. നമ്മളൊരു മാറ്റത്തിന്റെ ഒരു സമയത്തിലാണ്. വി ആർ ഇൻ ദ ടൈംസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, എ ചേഞ്ച്. ഒരു രാത്രിയും കൊണ്ട് സ്ഥിതികൾക്ക് മാറ്റം വരുന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അനേക നാളുകൾ ബിസിനസ് നടത്തിയ, ബിസിനസ് പൊട്ടി രാത്രിക്ക് രാത്രി പോപ്പറായ ആൾക്കാരെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഇന്ന് വർഷങ്ങളിൽ യാചിച്ച് നടന്ന് ബെഗ് ചെയ്ത ആള് ലോട്ടറി അടിച്ച് പെട്ടെന്ന് ധനികനായ സംഭവങ്ങളും നമ്മൾ വാർത്തയെ കൂടി വായിച്ചിട്ടുണ്ട്. സോ ട്രാൻസ്ഫോർമേഷൻ ആകാൻ ഏത് സമയത്തും സാധിക്കും. ചേഞ്ച് ക്യാൻ ഹാപ്പൻ എനി ടൈം. ഈ വൈറസ്, ഈ ലോക്ക്ഡൗൺ നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിച്ചു, ഇല്ലേ? നമ്മളെ മുഖം മൂടി നടക്കാൻ പഠിച്ചു, മൂക്ക് പൊത്തി നടക്കണം. അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗണിൽ വളരെ നീണ്ടുപോയി നമ്മുടെ ക്ഷമ കെട്ടുപോയ അവസ്ഥകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഇനി എന്നാ ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടുമെന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഭരിക്കുന്നുള്ള കാര്യങ്ങളാണ്. ലോക്ക്ഡൗണിൽ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയത്, ഒരു ആത്മീയ ലോക്ക്ഡൗണും ദൈവമക്കൾക്ക് നാളുകളായിട്ടുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. ചിലർ അതിനെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം പാപമായിരിക്കുന്ന വൈറസ്, ജഡമായിരിക്കുന്ന വൈറസ് ലോകത്തെ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതിനെ മനസ്സിലാക്കി ഡിസേൺ ചെയ്ത് ജീവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എഫെസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, എഫെസ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇവരുടെ ഉൾക്കണ്ണുകൾ
തുറക്കട്ടെ എന്ന്, പ്രകാശിക്കട്ടെ എന്നാ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. എന്ത് നല്ല പ്രാർത്ഥനയാ! ഒരു പക്വതയുള്ള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാ. ഉൾക്കണ്ണുകൾ പ്രകാശിക്കട്ടെ. ഇന്ന് രാത്രി നമ്മളെക്കുറിച്ചും ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ ഉൾക്കണ്ണുകൾ പ്രകാശിക്കട്ടെ എന്നാ. The Lord is desiring for a spiritual discernment. Our inner eyes be opened. അങ്ങനെയുള്ളവരാ പക്വതയുള്ള ദൈവമക്കൾ എന്ന് പൗലോസിന്റെ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ കുടുംബങ്ങൾ, അനേക കുടുംബങ്ങൾ വ്യക്തിപരമായ ജീവിതത്തില്, സഭപരമായ ജീവിതത്തില് ആത്മീയ അന്തരീക്ഷം ഒരു ലോക്ക്ഡൌണിൽ കിടക്കുന്നു അല്ലേ? എന്നാൽ ഇതിന്റെ എല്ലാ മധ്യത്തിലും നമ്മളെ തന്നെ ശോധന ചെയ്യുന്ന ഒരു ദിവസങ്ങളായി ഈ ഉപവാസ പ്രാർത്ഥന. എനിക്ക് വളരെ സന്തോഷമായി. ഈ വർഷത്തിന്റെ അവസാനത്തിന്റെ 21 ദിവസം സിംഗപ്പൂരിലെ ദൈവമക്കൾ ഒരുമിച്ചിരുന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരിക്കാൻ ദൈവം ഒരു താല്പര്യം കൊടുത്തല്ലോ എന്ന്. അനേകടത്ത് ചിലരൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ അവസ്ഥയിൽ തന്നെ താഴ്ത്തി നമ്മൾ ദൈവത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നത് നമ്മുടെ ഉൾക്കണ്ണുകളെ ദൈവം തുറക്കുമെന്ന. When we sit in the presence of God, humbling ourselves, I believe the Lord will definitely open our spiritual eyes. What a beautiful testimonies we were hearing. വളരെ മനോഹരമായ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. കോവിഡ് ഉണ്ടെങ്കിലും അതിനെല്ലാത്തിന്റെ മധ്യത്തിൽ ദൈവം നമ്മളെ സൂക്ഷിച്ചു. അപ്പോൾ ഇന്ന് രാത്രി എനിക്കറിയാം ഉപവാസത്തിന് അവസാന രാത്രിയാ, വാച്ച് നൈറ്റ് സർവീസിന്റെ അവസാന നിമിഷങ്ങളാ. അതുകൊണ്ട് ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് തന്നെയാ ഞാൻ ദൈവവചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന 2-3 ചിന്തകൾ മാത്രം വേദഭാഗത്തിൽ നിന്ന്, ബൈബിളിൽ നിന്ന് പറഞ്ഞ് വേഗത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. Who is able to bring us out of this situation? Who are we once upon a time and what are we now? നമ്മൾ ആരായിരുന്നു, ഇപ്പോൾ നമ്മൾ ആരായിരിക്കുന്നു? ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് എങ്ങനെ വിടുതൽ പ്രാപിക്കാൻ കഴിയും? ആര് നമ്മളെ വിടുവിക്കും? Who can redeem us? ആരോ സാക്ഷ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ only the presence of God can redeem us. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ നമ്മളെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 40 വർഷം ഇസ്രായേൽ മക്കൾ മരുഭൂമി കൂടി കടന്നു പോയപ്പോൾ അവരെ കാത്തു സൂക്ഷിച്ച ഒരേ ഒരു കാര്യമുള്ളൂ. അതിന് നമ്മൾ പറയുന്നത് ഷെക്കൈന ഗ്ലോറീന. ഷെക്കൈന എന്ന് പറഞ്ഞാൽ അബൈഡിങ്, നമ്മുടെ കൂടെ വസിക്കുന്ന മഹത്വം. ദൈവത്തിന്റെ വസിക്കുന്ന മഹത്വം ഇസ്രായേൽ മക്കളോട് 40 വർഷവും പകലും രാവിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തുവാ, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണായി അവരുടെ കൂടെ നടന്ന ദൈവം അവരെ എല്ലാ ബാധയിൽ നിന്നും വിടുവിച്ചു. എന്നാൽ റിബൽ അവർ മർദ്ദലിച്ചപ്പോൾ അവർക്കുണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ച് നമുക്കറിയാം. അല്ലാതെ അവരെ ആർക്കും തൊടാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി കാലം ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, സിംഗപ്പൂരിലായിരിക്കുമ്പോഴും ഷെക്കൈന ഗ്ലോറി ആയിരിക്കും നമ്മളെ മൂടുന്നത്, നമ്മളെ പരിപാലിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാളും അധികമായി നമ്മളെ സൂക്ഷിക്കാനും പരിപാലിക്കാനും കഴിവുള്ള ഷെക്കൈന ഗ്ലോറി ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി സംസാരിക്കാൻ പോകുന്ന വിഷയം the presence of God that can transform our situation. ദൈവത്തിന്റെ നമ്മളെ മാറ്റം വരുത്തുന്ന, നമുക്ക് മാറ്റം വരുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, അതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഞാൻ പല വാക്യങ്ങൾ എടുത്ത് ചിന്തിച്ചു. എന്നാൽ അവസാനം ഈ ഭാഗത്ത് തന്നെ സംസാരിക്കാൻ വേണ്ടി എനിക്കൊരു നിയമം കിട്ടിയോണ്ടാണ് ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നത്. സാധാരണ ഉപവാസ പ്രാർത്ഥനയിൽ പ്രസംഗിക്കാത്ത ഒരു വേദഭാഗമാ. നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിശയിക്കും, അയ്യോ ഇവിടുന്നാണോ പ്രസംഗിക്കാൻ പോകുന്നത്? ഭാരപ്പെടണ്ട. ദൈവത്തിന്റെ വചനത്തിന് ഏത് ഭാഗത്ത് നിന്ന് എടുത്താലും നമ്മളോട് സംസാരിക്കാൻ ശക്തി ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം I believe the word of God, according to 2 Timothy 3:15, is the breath of God. ദൈവത്തിന്റെ ഓരോ വചനവും ദൈവത്തിന്റെ ശ്വാസമാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ ഒരു വാക്ക് മതി നമ്മളെ തൊടാൻ, ഒരു വാക്ക് മതി നമ്മളെ സൗഖ്യമാക്കാൻ, ഒരു വാക്ക് മതി നമ്മളെ ബലപ്പെടുത്താൻ. ഞാൻ
നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1, 2, 3 വാക്യം വായിക്കാം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 1 verses 1, 2 and 3. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനു മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. 3-ാം വാക്യം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. വെളിച്ചം. Thank you. In the beginning, God created the heavens and the earth. Now the earth was formless and empty. Darkness was over the surface of the deep, and the Spirit of the Lord of God was hovering over the waters. And God said, "Let there be light," and there was light. ഈ വേദഭാഗം സാധാരണ രീതിയിൽ വേദപണ്ഡിതന്മാര് സൃഷ്ടിയെക്കുറിച്ച്, ദൈവത്തിന്റെ വിവരത്തെക്കുറിച്ച് 1-ാം അധ്യായം 2-ാം അധ്യായം പഠിക്കുന്നത്. ഞാൻ ചില നാളുകള് 15 വർഷം ഡെറാഡൂൺ ബൈബിൾ കോളേജിലായിരുന്നുകൊണ്ട് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ചെറിയൊരു പഠിപ്പീരിന്റെ ഒരു മോഡലായിരിക്കും സംസാരിക്കുന്നത്. എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ടീച്ചിങ് പ്രസംഗത്തിലേക്ക് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വചന അകത്ത് കയറണം എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ ചില ഭാഗങ്ങൾ, പഴയ നിയമമായിരുന്നു അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് പഴയ നിയമം എബ്രായ ഭാഷയിലാണ് പഠിപ്പിച്ചത്, എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ചില എബ്രായ പദം കൂടി ഉപയോഗിക്കുന്നതായിരിക്കും, കാരണം അതിന്റെ ആഴമേറിയ അർത്ഥം മനസ്സിലാകാൻ വേണ്ടി. I'll be using some Hebrew words as well because the Old Testament was written in the Hebrew language. So ഇവിടെ നമ്മൾ പഠിച്ച ഭാഗം എന്ന് പറഞ്ഞാൽ ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും ഉണ്ടാക്കി. ഭൂമിക്ക് 3 സ്റ്റേജ് ഉണ്ടായിരുന്നത് നമുക്ക് 1-ാം വാക്യം, 2-ാം വാക്യം, 3-ാം വാക്യത്തിൽ മനസ്സിലാക്കാൻ കഴിയും. There were 3 stages. ആദ്യം ഉണ്ടാക്കിയ ഭൂമിക്ക് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഏജ് ഉണ്ടെന്നാ പറയുന്നത്, സയൻസ് പറയുന്നത്. that's okay. കാരണം അത് കഴിഞ്ഞതിന് ശേഷം 2-ാം വാക്യത്തിൽ 2-ാമത്തെ സ്റ്റേജ്, 3-ാം വാക്യത്തിൽ 3-ാമത്തെ സ്റ്റേജ്. ആ 3-ാമത്തെ സ്റ്റേജിലുള്ളവരാ നമ്മുടെ പിതാക്കന്മാരാ, നമ്മുടെ ആദാമും ഹവ്വയും ദൈവം 3-ാമത്തെ സ്റ്റേജിലാ സൃഷ്ടിച്ചെന്ന തിയോളജിയൻസ് പറയുന്നത്. അപ്പോൾ ഈ 3 സ്റ്റേജ് ഒരു ദൈവ പൈതലിന്റെ ആദ്യത്തെ സ്റ്റേജും, ദൈവം അവരെ സൃഷ്ടിച്ചതും ദൈവം അവരെ വിടുവിച്ച ആ അവസ്ഥയും, പിന്നീട് 2-ാമത്തെ സ്റ്റേജ് നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥയും, 3-ാമത്തെ സ്റ്റേജില് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ സ്റ്റേജിനെ കുറിച്ചായിരിക്കും പഠിക്കാൻ പോകുന്നത്. We are going to look at our former situation, present situation, and how God is going to transform based on these 3 verses. 2021 ദൈവത്തിന്റെ വാഗ്ദത്തം ഈ 2-ാം വാക്യത്തിലും 3-ാം വാക്യത്തിലും ഉണ്ടെന്നാ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. So let us look at what was the original situation of the earth. 1-ാം വാക്യം. അപ്പൊ നമുക്ക് ഭൂമിയുടെ ആ അവസ്ഥ നമ്മുടെ ആത്മീയ അവസ്ഥയുമായിട്ട് കമ്പയർ ചെയ്തായിരിക്കും പഠിക്കാൻ പോകുന്നത്. നമ്പർ 1, the original or former condition of earth. 1-ാം വാക്യം. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും ഉണ്ടാക്കി. നമുക്ക് ഭൂമിയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. God desired earth, or the one God had created. ദൈവം ഉണ്ടാക്കിയ ആദ്യത്തെ ഭൂമിയുടെ അവസ്ഥ ചിന്തിച്ചു നോക്കിയും. It was beautiful and perfect. വളരെ മനോഹരമായ, സിദ്ധത പ്രാപിച്ച ഒരു ഭൂമിയായിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവം ഉണ്ടാക്കിയ ഭൂമി വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ അതിനെ കണ്ടിട്ട് നമ്മൾ വളരെ ആശ്ചര്യപ്പെടാറുണ്ട്, വാവ് എന്ന് പറയാറുണ്ട് അല്ലെ, ഒരു പിക്ചർ എടുക്കാറില്ലേ? ബിക്കോസ് ഇറ്റ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ. ഇങ്ങനെ ആണെങ്കിൽ ഭൂമിയുടെ ആദ്യത്തെ അവസ്ഥ കാണുവാണെങ്കിൽ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വാവ് പറയാനേ ഉള്ളൂ സമയം. ബിക്കോസ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. വേദപണ്ഡിതന്മാർ പറയുന്നത് ദൈവത്തിന്റെ ദൂതനായിരിക്കും ലൂസിഫർ വളരെ മനോഹരനായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലായി ഭൂമി കൊടുത്തത്. അങ്ങനെ ലൂസിഫറും സൗന്ദര്യമുള്ളവരായിരുന്നു, ഭൂമിയും സൗന്ദര്യമുള്ളവരായിരുന്നു. ഇറ്റ് വാസ് സോ പെർഫെക്റ്റ്, വിതൗട്ട് എനി സ്പോട്ട് ഓർ റിങ്കിൾ, വിതൗട്ട് എനി ഡിഫിക്കൽട്ടി.
അല്ലെങ്കിൽ യെശയ്യാവ് 45:18 എഴുതിയേക്കുന്ന പോലെ ഇത് God had created the earth not to be null and void. It was beautiful. ദൈവം തന്റെ സഭയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. കൊലോസ്യർ 1:28 വായിക്കുന്നത് എന്തുവാ? ദൈവം ഒരു പക്വതയുള്ള സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഒരു സൗന്ദര്യമുള്ള സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അന്നത്തെ ആ ഭൂമിയെ പോലെ നമ്മുടെ ജീവിതം ഒന്ന് അതിനെ കമ്പയർ ചെയ്ത് പഠിക്കുവാണെങ്കിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒന്ന് നോക്കിയേ. നമ്മളെ ദൈവം ഉണ്ടാക്കിയപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ രോഗമില്ലാതെ ജനിക്കുന്നത് സാധാരണ. ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ മാറിയെങ്കിലും യൂഷ്വലി ഒരു ഹെൽത്തി ബോഡിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലേ? പിന്നീട് കുറെ കഴിയുമ്പോൾ ചിലരൊക്കെ പറയുന്ന പോലെ, പാസ്റ്ററെ എന്റെ ശരീരം ഒരു ഷുഗർ ഫാക്ടറിയാണ്. തമാശയിലാ പറയുന്നത്, പക്ഷെ അവര് പറയുന്ന ഡയബറ്റിക്സ് ഉണ്ടെന്നാ പറയുന്നത്. എങ്ങനായി? തുടങ്ങിയപ്പം ഷുഗർ ഒന്നും ഇല്ലായിരുന്നല്ലോ. രോഗികൾക്ക് രോഗമില്ലാതെ നമ്മുടെ ശരീരത്തെ ഉണ്ടാക്കിയ പിന്നീട് ഇത് ഇങ്ങനൊരു അവസ്ഥയായി മാറിയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഒരു കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കുടുംബം എന്ത് ബ്യൂട്ടിഫുള്ളാ. കല്യാണ ദിവസം മണവാളിനെ മണവാട്ടിയെയും കാണാൻ വേണ്ടി എല്ലാവരും അവരുടെ കണ്ണുകൾ തുറച്ചു നോക്കും. എവറിബഡി വാണ്ട്സ് ടു ലുക്ക് അറ്റ് ദ ബ്രൈഡ് ആൻഡ് ദ ഗ്രൂം, വാണ്ട് ടേക്ക് എ പിക്ചർ വിത്ത് ദ ഫാമിലി, വിത്ത് ദ ന്യൂലി മാരിഡ് വെഡഡ് കപ്പിൾ. എന്ത് രസമാ. പക്ഷെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഷേപ്പ് മാറും, രൂപം മാറും, സ്വഭാവം മാറും, ഇല്ലേ? പക്ഷെ എന്തൊരു ബ്യൂട്ടിഫുൾ ഒരു പിക്ചർ നമ്മൾ അന്ന് കാണുന്നത്. കുടുംബങ്ങൾ എന്ത് സന്തോഷത്തോടാ ജീവിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും പാട്ടുകൾ പാടി എപ്പോഴും സന്തോഷിക്കുന്ന ഒരു കുടുംബത്തെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ളത്. ഒരു ക്രിസ്തീയ കുടുംബവും തുടക്കത്തിൽ എന്ത് ഉണർവുള്ള കുടുംബമായിരുന്നു, അല്ലേ? സോ നൈസ്, ഓൾവേസ് പ്രേയിങ്, എപ്പോൾ നോക്കിയാലും സാക്ഷ്യം പറയാൻ ചാടി കയറി നിൽക്കുന്ന ഒരു കുടുംബം, ഒരു വ്യക്തി ജീവിതം. എന്നാൽ ആ ഒരു മനോഹരത ഇപ്പോൾ ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. കുടുംബങ്ങൾ മാത്രമല്ല, സഭയുടെ അവസ്ഥ അതുപോലെ. കൊരിന്ത്യ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്ത് മനോഹരമായുള്ള സഭയായിരുന്നു. പക്ഷെ പിന്നീട് നമുക്കറിയാം അതിന്റെ സ്ഥിതി എങ്ങനായി മാറിയെന്ന്. ലുക്ക് അറ്റ് ദ സിറ്റുവേഷൻ. ദിസ് വാസ് അവർ ലൈഫ്. പെട്ടെന്ന് ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ, ഭൂമിയെ ഉണ്ടാക്കിയ പോലെ തന്നെ മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ ഗ്ലോറിയസ് ആയിരുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് ഭൂമിയിലെ ദൈവത്തിന്റെ ക്രൗൺ, മാൻ ഈസ് ദ ക്രൗൺ ഓഫ് ദ ക്രിയേഷൻ. അത്രയ്ക്ക് മനോഹരനായിരുന്നു മനുഷ്യൻ. ആദാമും ഹവ്വയും അവരെ ദൈവം തന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കി. ഗോഡ് മെയ്ഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ്, മാൻ ആൻഡ് വുമൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ദൈവത്തിന്റെ ക്യാരക്ടർ വെളിപ്പെടുത്തുന്ന, സ്വഭാവം വെളിപ്പെടുത്തുന്ന ഒരു മനുഷ്യനായിരുന്നു ആദാമും ഹവ്വയും. എന്ത് മനോഹരമായിരുന്നു. അവർക്ക് നമ്മൾ ഇടുന്ന വസ്ത്രം പോലെ വസ്ത്രമില്ലെങ്കിലും ദൈവം തന്റെ തേജസ്സാൽ അവരെ മൂടിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. സച്ച് ബ്യൂട്ടിഫുൾ. ഒന്ന് ചിന്തിച്ചു നോക്കിയൊന്ന് പിക്ചർ ചെയ്ത് നോക്കി. ആദാമിനെ ഹവ്വയും ഏദൻ തോട്ടത്തിൽ അവർ നടക്കുന്നു, ദൈവത്തിന്റെ മഹത്വത്താൽ നിറയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ എന്ത് രസമായിരുന്നു. ഉൽപ്പത്തി 1:28 വായിക്കുന്നത്, ദൈവം ആദാമിനെ ഹവ്വയും തന്റെ അധികാരത്താൽ നിറച്ചു, അല്ലേ? God gave them authority over all the plants, animals, birds, reptiles, everything. എല്ലാത്തിന്റെ മേലും ദൈവം അവർക്ക് അധികാരം കൊടുത്തു. അധികാരം ഉള്ള ഒരു മനുഷ്യനായിരുന്നു ഒരു സൃഷ്ടിയായിരുന്നു ആദാമും ഹവ്വയും. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ സഭയെക്കുറിച്ചും ദൈവം അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ സഭയെ, ഇതിന്റെ ആത്മീയ അന്തരീക്ഷത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനോഹരമായിട്ടുണ്ടാക്കിയത് നമുക്ക് തന്നിരിക്കുന്ന ആ ഗ്ലോറിയസ്, ആ മഹത്വത്തെ കുറിച്ച് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. God had made the church with that glory. He has bought us with that precious blood. എങ്ങനെയുള്ള സഭയെ അദ്ദേഹം ഉദ്ദേശിച്ചെന്നറിയാം? A church filled with the word of God. ദൈവത്തിന്റെ വചനത്താൽ നിറഞ്ഞ ഒരു സഭ. ഇപ്പോൾ പലരും സാക്ഷ്യം പറഞ്ഞ കേട്ടു. യൂട്യൂബിൽ കൂടും ഓൺലൈനിൽ കൂടും കേൾക്കേണ്ട വചനം എല്ലാം കേൾക്കുന്നുണ്ട്. ദാറ്റ്സ് എ വെരി ഗുഡ് സൈൻ ഓഫ് മെച്യൂരിറ്റി. കാരണം നിറയ്ക്കണം. ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തെല്ലാം വചനത്താൽ നിറയണം. ഒരു വചനം പഠിപ്പിക്കുന്ന ഒരു സഭ, വചനം പ്രസംഗിക്കുന്ന ഒരു സഭ. അങ്ങനെയുള്ള സഭകൾ ചുരുക്കം ആണെന്ന് നമ്മൾ ഈ ദിവസങ്ങൾ കാണുന്നുണ്ട്. പാട്ട് മാത്രം പാടി മാറുന്ന ഒരു സഭകൾ,
പക്ഷേ let the church be filled with the word of God. അങ്ങനെ മനോഹരത ഉണ്ടാകുന്നത്. A church filled with the spirit of God. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു സഭ. എഫേസ്യർ ലേഖനം 5:11 വായിക്കുമ്പോൾ being filled with the spirit of God. ദൈവത്തിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ്. God wants each one of us to be anointed by the presence of God all the time and being filled with the spirit of prayer. ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം. രാവിലെ പ്രാർത്ഥന, ഉച്ചയ്ക്ക് പ്രാർത്ഥന, സൂം പ്രാർത്ഥന, ഫാസ്റ്റിംഗ് പ്രെയർ, വ്യക്തിപരമായ പ്രെയർ, കുടുംബപരമായ പ്രെയർ. ദൈവമക്കളെ ഓർത്ത് നോക്കുവാണെങ്കിൽ എപ്പോഴും പ്രാർത്ഥന തന്നെ ആയിരിക്കും. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, രാവിലെ എണ്ണിക്കുമ്പോൾ, എനിക്കിത് മനസ്സിലാകാത്ത കാലത്ത് രാവിലെ എണ്ണിക്കുമ്പോൾ ഒരു കുടുംബ പ്രാർത്ഥന, സ്കൂളിൽ പോകാൻ നേരത്തെ ഒരു പ്രാർത്ഥന, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പ്രാർത്ഥന, ലഞ്ചിന് പ്രാർത്ഥന. ഇവർക്ക് പ്രാർത്ഥനയേ ഉള്ളൂ. അക്രൈസ്തവർക്ക് ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം പോയിട്ട് അവർ ക്ഷേത്രത്തിൽ പോയിട്ടൊന്ന് നമിച്ചേച്ചെങ്കിൽ വന്നാൽ മതി. നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പ്രാർത്ഥന. ദാറ്റ് ഈസ് ഹൗ ഗോഡ് ഹസ് ക്രിയേറ്റഡ് us. ദൈവവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടിരിക്കാനുള്ള ഒരു കൂട്ടത്തെയാ നമ്മളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. God wants us to be always praying, communicating with him. കാരണം അങ്ങനെ ഒരു ബന്ധമാ നമ്മുടെ ദൈവവുമായിട്ട് നമുക്കുള്ളത്. നമുക്ക് ആരെങ്കിലും ഇപ്പൊ സിംഗപ്പൂരിൽ നിന്ന് നിങ്ങൾ എല്ലാവരും എപ്പോഴും എല്ലാ ദിവസവും ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ റിലേറ്റീവ്സ് നാട്ടിൽ വിളിക്കുന്നുണ്ടായിരിക്കും. കാരണം എന്താ? യു ഹാവ് സംബഡി ഇൻ കേരള. ആരോ ഉണ്ട്, അതുകൊണ്ട് എപ്പോഴും എന്നും വിളിച്ചേ പറ്റുള്ളൂ. കാരണം അതാ ദൈവ സ്നേഹത്തെ കുറിച്ച്, അവരുടെ സ്നേഹത്തെ നമ്മൾ അറിയിക്കുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഗോഡ് ഇന്റൻഡഡ് അബൌട്ട് ദ ചർച്ച്, എ ചർച്ച് ഫിൽഡ് വിത്ത് ദ ലവ് ഓഫ് ഗോഡ്. ഇങ്ങനെയുള്ള സഭയാ ഹെൽതി ചർച്ച് എന്ന് പറയുന്നത്, അല്ലെ മെച്യൂർ സഭ എന്ന് പറയുന്നത്. ഇതായിരുന്നു ദൈവം ആദ്യമേ ഉദ്ദേശിച്ചത്. This is what was the condition of earth. Such a beautiful, such a perfect earth, such a perfect human being. കർത്താവേ, കഴിഞ്ഞ ഒരു വർഷം എനിക്ക് ഈ അവസ്ഥ ഉണ്ടായിരുന്നോ? അത് രക്ഷിക്കപ്പെട്ട സമയത്ത് എന്റെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നോ എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ എന്നെ തന്നെ ചിന്തിച്ചു നോക്കുക. ഞാൻ രക്ഷിക്കപ്പെട്ട് ഞാൻ കർത്താവിന്റെ അഭിഷേകത്തെ നിറഞ്ഞ 11 വയസ്സുള്ളപ്പോഴാ ജമ്മു കാശ്മീരിൽ ഒരു ദൈവദാസനോട് കടന്നു പ്രാർത്ഥിച്ചു. അഭിഷേകത്താൽ നിറയാനിടയായി. എന്തോ ഒരു സന്തോഷമായിരുന്നു. കഴിക്കാൻ ആഗ്രഹമില്ല, കുടിക്കാൻ ആഗ്രഹമില്ല, ഉറങ്ങാൻ ആഗ്രഹമില്ല, എപ്പോഴും പ്രാർത്ഥന പ്രാർത്ഥന. ആ ഒരു ദിവസത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. what were those beautiful days I experienced in the presence of God. ചിലരൊക്കെ പറയാറുണ്ട്, പാസ്റ്ററെ, പത്രോസിന്റെ കൂട്ട് ഞങ്ങൾക്ക് ഇവിടെ അങ്ങ് താമസിച്ചാൽ മതി, ദൈവസന്നിധിയിൽ അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടും മനോഹരമായി. അങ്ങനെ ഒരു സഭയല്ലായിരുന്നു ആദ്യ നൂറ്റാണ്ടിലെ. ഇന്നേക്ക് 80 വർഷം മുമ്പേ കേരളത്തിലെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി പെന്തിക്കോസിന്റെ കാലം വന്നപ്പോൾ എന്തു അനുഗ്രഹമായിരുന്നു അറിയാം. കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും വീട്ടിൽ പണമില്ലെങ്കിലും ഫെയ്ത്ത് ഹോമിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് വാട്ട് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഇറ്റ് വാസ്. ആദ്യ നൂറ്റാണ്ടിലെ ദൈവമക്കള് കൂടുമ്പോൾ അവർക്ക് ചർച്ചുകൾ ഇല്ലായിരുന്നു, പള്ളികൾ ഇല്ലായിരുന്നു, വീടുകളായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. അവർ കൂടുമ്പോൾ അവര് hug each other and say മാറാനാഥ. മാറാനാഥ എന്ന് പറഞ്ഞാല് കർത്താവേ വേഗം വരണമെന്നായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ അവസാനം പ്രാർത്ഥിക്കുമ്പം ആ വേഗം എന്നുള്ള വാക്കങ്ങ് മാറി. കർത്താവേ വരണമേന്നേ ഉള്ളൂ, വേഗം വരണ്ട. കാരണം ഇപ്പം വരല്ലേ, കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ വന്നാ മതി എന്നാ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാല് ആ ഒരു ആഗ്രഹം പോയി. But what a joy it was when they met each other. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സന്തോഷിച്ച് പോകുമ്പോൾ തിരിച്ചു പോകാൻ നേരത്തെ അവർക്ക് വിടാൻ നേരമില്ല. അവരെ പറഞ്ഞു വിടണം, ഇനി അടുത്ത മീറ്റിംഗ് വരണമെന്ന്. ഇന്ന് ഞായറാഴ്ച സഭായോഗം കഴിയുന്നതിന് മുമ്പേ തന്നെ, ആശീർവാദം കഴിയുന്നതിന് മുമ്പേ തന്നെ ആൾക്കാർ ഓടുന്നവരുണ്ട്. സിംഗപ്പൂരിൽ അങ്ങനെ അല്ലെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ ചെറിയ കൂട്ടം ഒന്നിച്ച് കൂടുമ്പോൾ എന്ത് സന്തോഷമാ. What a joy it is. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഭൂമിയുടെ രണ്ടാമത്തെ സ്റ്റേജ്, the present condition of the earth. രണ്ടാം വാക്യത്തില് the earth became null and void. ഭൂമി പാഴും ശൂന്യമായി തീർന്നു. ആദ്യമേ ഞാൻ അതിന്റെ കാരണം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൂമി മനോഹരമായിരുന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ചിലർ പറയില്ല, ഈ വാക്യം ഇങ്ങനല്ല വായിക്കേണ്ടത്. ഭൂമി ഒരു പാഴും ശൂന്യമുള്ള ഭൂമിയാ ദൈവം ഉണ്ടാക്കി. ഒരിക്കലുമല്ല. ദൈവം പെർഫെക്റ്റാ. ദൈവം ഉണ്ടാക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ കടയിൽ പോകുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറയാനിടയായി, ഒരു സാധനം മേടിക്കുമ്പോൾ സിംഗപ്പൂരിൽ പിന്നെ എല്ലാം ബ്രാൻഡഡ് ആയിരിക്കും. ഇന്ത്യയുടെ കാര്യം ഞാൻ പറയുന്നത്. ഒരു കടയിലോട്ട് പോകുമ്പോൾ
ബ്രാൻഡഡ് ഐറ്റം കാണുമ്പോൾ ഉടനെ എന്തെടുക്കും നമ്മൾ? പൈസ ഒരു ബാർഗെയിനും ചെയ്യാതെ പോയിട്ട് അങ്ങ് മേടിച്ചോണ്ടെങ്കിൽ വരും. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ബിലീവ്ഡ്, ട്രസ്റ്റഡ്. ആ സാധനത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും. വണ്ടി ആയാലും വസ്ത്രമായാലും എന്തായാലും ബ്രാൻഡഡ് കമ്പനിയുടെ ആണെങ്കിൽ ഉടനെ അങ്ങ് മേടിക്കും. അങ്ങനെ ആണെങ്കിൽ എൻ്റെ ദൈവത്തിന്റെ ബ്രാൻഡിനെ കുറിച്ച് ചിന്തിക്കാൻ ഒക്കുമോ? ദൈവം പെർഫെക്റ്റ് ആയിരിക്കും. ദൈവം ഉണ്ടാക്കുമ്പോൾ ഒരു കുറവും അതിനുണ്ടാകത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ആണെങ്കിൽ ഭൂമിയും അതുപോലെ പെർഫെക്റ്റ് ആയിരുന്നെന്നാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ എന്താ അങ്ങനെ എഴുതിയിരിക്കുന്ന പാഴും ശൂന്യമായെന്ന്? ഞാൻ ആ വാക്കിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഇതിന് പിറകിൽ ഒരു സംഭവം ഉണ്ടായെന്ന് നമുക്ക് നല്ലോണം അറിയാം. ദൈവം ഈ ഭൂമിയെ ലൂസിഫറിന്റെ കയ്യിലോട്ടാണ് കൊടുത്തത്. ലൂസിഫർ അവിടെ കർത്താവിനെ ആരാധിച്ചിട്ട് ഇവിടേക്ക് വരും, പിന്നെയും പോവും, പിന്നെയും വരും, പിന്നെയും പോവും. അങ്ങനെ ഇത് വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ലൂസിഫറുടെ മനസ്സിൽ ഒരു പാപം, ഒരു ചിന്ത വന്നു. എന്തുവാ? ഞാൻ ദൈവത്തെക്കാൾ ഉയരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ ചിന്ത വന്നപ്പോഴേ ദൈവം അവനെ അവിടുന്ന് മാറ്റി. അവൻ ശപിക്കപ്പെട്ടു. ലൂസിഫർ ശപിക്കപ്പെട്ടപ്പോൾ ഭൂമി ശപിക്കപ്പെട്ടു. അങ്ങനെ ഭൂമിയുടെ മേല് മൊത്തം ഒരു ഫ്ലഡ് ഉണ്ടായെന്നാ പറയുന്നത് വേദപണ്ഡിതന്മാര്. ദാറ്റ്സ് കോൾഡ് ലൂസിഫേഴ്സ് ഫ്ലഡ്. ശ്രദ്ധിക്കണമേ, അന്ന് മുതൽ ഉള്ള അവസ്ഥയായ നമ്മൾ ഇവിടെ 2-ാം വാക്യത്തിൽ വായിച്ചത്, വെള്ളത്താൽ ഭൂമി നിറഞ്ഞു, എല്ലാം ചലനം നഷ്ടപ്പെട്ടു, ജീവനുള്ള എല്ലാം നഷ്ടപ്പെട്ടു. അന്ന് ഭൂമിയിൽ മനുഷ്യനില്ലായിരുന്നു, എന്നാൽ ജീവൻ ഉണ്ടായിരുന്നാ പറഞ്ഞത്. എല്ലാം നഷ്ടപ്പെട്ടു. ആൻഡ് ദിസ് ഇസ് കോൾഡ് ലൂസിഫേഴ്സ് ഫ്ലഡ്. ഇതിനാ ആദ്യത്തെ ലോക്ക്ഡൌൺ നമുക്ക് പറയാൻ കഴിയും. ആദ്യത്തെ ലോക്ക്ഡൌൺ ഭൂമിയിൽ ഉണ്ടായെങ്കിൽ 2-ാം വാക്യത്തില എല്ലാം നിശ്ചലമായി. there is no movement, everything is dead, everywhere it is darkness, everywhere it is silence. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇന്ന് നമ്മൾ കാണുന്ന അതേ സിറ്റുവേഷൻ പോലെ ചിന്തിച്ചു നോക്കിയാൽ മതി. ഇന്ന് മനുഷ്യനുണ്ട്, അന്ന് മനുഷ്യനില്ലായിരുന്നു. അപ്പൊ ദാറ്റ് വാസ് ദ സിറ്റുവേഷൻ. ആരായിരുന്നു ഇതിനെ ആക്കിയത് ഇങ്ങനെ? മനുഷ്യന്റെ ഈ ഭൂമിയുടെ അവസ്ഥയെ ലൂസിഫർ മുഖാന്തരം സംഭവിച്ചെന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഈ വാക്യം നല്ലപോലെ മനസ്സിലാക്കിയത് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ്. കുഞ്ഞുങ്ങള് വളർത്തുന്ന ഒരു വലിയൊരു പരിശ്രമം തന്നെയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഇറ്റ്സ് എ റിയലി ഹാർഡ് വർക്ക്. ചിലരൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് കുഞ്ഞുങ്ങളെ തരണം. ഇപ്പൊ ആരുണ്ട് സാക്ഷ്യം പറഞ്ഞു ഒരു കുഞ്ഞും കൂടി ദൈവം ലഭിച്ചു കിട്ടി, അതിനാ കർത്താവിനെ സ്തുതിക്കണം. കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കണം. പക്ഷെ അവരെ വളർത്താൻ വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കണം, അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം കുസൃതിയുള്ള പിള്ളേരാണെങ്കിൽ പറയേം വേണ്ട. ഈ പിള്ളേര് നമ്മൾ രാവിലെ 7 മണിയാകുമ്പം റെഡിയാക്കി അവരെ സ്കൂളിൽ വിടും, സെൻഡ് ദം ടു ദ സ്കൂൾ. അത് കഴിഞ്ഞിട്ട് അമ്മമാർ വന്നിട്ട് എല്ലാം വിരിച്ച് സോഫ സെറ്റും എല്ലാം റെഡിയാക്കി ബെഡൊക്കെ ക്ലീൻ ആക്കി വെക്കും. ഒരു 3 മണിയാകുമ്പോ ഈ കുഞ്ഞുങ്ങൾ വരുമ്പോഴാ വീട്ടില് പാഴും ശൂന്യയുടെ അവസ്ഥ. എന്താണെന്നറിയോ? തലേണ ഒരു സൈഡിലും ചെയർ ഒരു സൈഡിലും സോഫ സെറ്റ് എല്ലാം മറിച്ച്. അവരുടെ കുറ്റമല്ല, അവർ സ്കൂളിൽ പോയി അവർക്ക് ഒതുക്കാൻ നോക്കുന്നില്ല. തിരിച്ചു വന്നു കഴിയുമ്പോൾ അവരുടെ കുസൃതി എല്ലാം കൂടെ വീട്ടിൽ കാണിക്കുക. അപ്പോഴാണ് എനിക്ക് 2-ാം വാക്യം നല്ലപോലെ മനസ്സിലായത്. പാഴും ശൂന്യാകാനുള്ള കാരണമുണ്ടായിരുന്നു. അമ്മയുടെ കുഴപ്പമല്ല, അമ്മ നല്ലപോലെ വെറിച്ചാ വെച്ചത്. പക്ഷെ കുഞ്ഞുങ്ങൾ വന്ന് അതിനെ എല്ലാം ഇളക്കി മറിച്ചു പോലെ തന്നെ. നല്ല ഭൂമിയെ, മനോഹരമായ ഭൂമിയെ പാഴും ശൂന്യമാക്കാൻ ഇതിന്റെ പുറകിൽ ലൂസിഫറിന്റെ കൈ ഉണ്ടായിരുന്നു. മക്കളെ, എന്ത് സത്യം അതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത്. There is somebody behind the null and void situation of earth. And who was that? That was Lucifer. And the condition, what's the condition of mankind, a child of God today? ഇന്ന് മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാ? ഭൂമിയെ ഇതുവരെ വിടുതൽ പ്രാപിച്ചിട്ടില്ല. റോമർ 8:20-21 വായിക്കുന്ന ഭൂമിക്ക് ഇതുവരെ വിടുതൽ കിട്ടിയിട്ടില്ല. കിട്ടും, ഒരു ദിവസം ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനോഹരമായ കുടുംബം, മനോഹരമായ വ്യക്തിപരമായ ജീവിതം, കർത്താവിനെ സുന്ദരമായി സ്വീകരിച്ചപ്പോൾ എന്ത് നല്ലതായിരുന്നു. എന്നാൽ ഇപ്പോൾ എങ്ങനായി മനുഷ്യന്റെ അവസ്ഥ നോക്കിയേ. ശരീരം നല്ല ശരീരമായിരുന്നു, ഇപ്പോൾ ഇത് രോഗത്തിന്റെ ഫാക്ടറി ആകാൻ കാരണം എന്താ? പറയാം. നമ്മള് ആഹാരം കഴിച്ചു കഴിയുമ്പോൾ, സിംഗപ്പൂരിൽ എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, സാധാരണ നമ്മൾ വെളിയിൽ പോയിട്ട് സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കും. കള്ളു കുടിക്കത്തില്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കും. അങ്ങ് കുടിക്കും, കാരണം ദഹിക്കാൻ വേണ്ടിയാണ് കുടിക്കുന്നത്. ഇത് കുടിച്ച് ഷുഗർ നിറയല്ലേ. കുഞ്ഞുങ്ങളും ചിലരൊക്കെ ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വളരെ താല്പര്യപ്പെടുന്നുണ്ട്. വൺസ് ഇൻ എ വൈൽ ഇറ്റ് ഈസ് ഓക്കെ, ബട്ട് ഇത് നമ്മുടെ ശരീരത്തിൽ എത്രയോ രോഗങ്ങൾ വരുത്തുന്നത് നമുക്കറിയാലോ. വാട്ട് ഈസ് ഹാപ്പനിങ് ടു അവർ ബോഡി?
നല്ല ശരീരമായിരിക്കുന്ന നമ്മുടെ ശരീരം ഒരു രോഗിയായ ശരീരമായി മാറി. പാരമ്പര്യമായ ഷുഗർ ഉള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അറിഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വി ആർ ഇൻവൈറ്റിംഗ് ഷുഗർ, വി ആർ ഇൻവൈറ്റിംഗ് അതർ ഡിസീസസ്. നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെ ഓർച്ച് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ചിലരൊക്കെ പറഞ്ഞ പാസ്റ്ററെ സാരമില്ല, പ്രാർത്ഥന കഴിക്കാൻ, നാളെ വരുമ്പോ കാണാന്ന്. ഒക്കെ പ്രാർത്ഥിച്ചൊക്കെ കഴിക്കണമെങ്കിലും സൂക്ഷിക്കേണ്ട കാര്യം നമ്മൾ സൂക്ഷിക്കണം. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ സൂക്ഷിച്ചില്ല. ചിലരൊക്കെ പറയുന്ന ലോക്ക്ഡൌണിൽ കയറിയ പിന്നെ പാസ്റ്ററെ വെയിറ്റ് കൂടി, കാരണം എക്സസൈസ് ഇല്ല, എല്ലാ സമയത്തും കമ്പ്യൂട്ടറിന് മുമ്പിലാണ് ഇരിക്കുന്നത്. സോ വി ആർ നോട്ട് ഏബിൾ ടു മൂവ് ഔട്ട് ആൻഡ് our body has become so stiff. വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുക. ഓർക്കണം, പുതിയ വർഷത്തിൽ ഈ രീതിയിൽ നിന്ന് ഒരു മാറ്റം വരണം നമുക്ക്. ഇത് പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡിന്റെ അകത്ത്, നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല നമ്മുടെ മൈൻഡിന്റെ അകത്തും ഇപ്രകാരമുള്ള ചിന്തകൾ വരുന്ന എന്താ? നമുക്ക് ഈ സ്വഭാവങ്ങൾ വരാൻ കാരണം നമ്മുടെ ജഡീക സ്വഭാവമാണ്. ഈ ജഡത്തിന് ഇതുവരെ വിടുതൽ കിട്ടിയിട്ടില്ല. നമ്മുടെ ആത്മാവിന് വിടുതൽ കിട്ടിയെങ്കിലും ജഡത്തിന്, ശരീരത്തിന് ഇതുപോലെ വിടുതൽ കിട്ടിയിട്ടില്ല. പലപ്പോഴും ഈ ജഡം പൊങ്ങി വരും. ഈ ജഡം പൊങ്ങി വരുമ്പോൾ നമ്മൾ അതിനെ പിടിച്ച് അതിനെ ഒതുക്കേണ്ടി നമ്മുടെ ചുമതലയാണ്. അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്തുവാന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതം പാഴ് ശൂന്യമായിക്കൊണ്ടിരിക്കുക. ഞാൻ ആത്മീയ സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. Many of our lives have become null and void because we were not careful about the carnal nature which was trying to pop up once in a while. കഴിഞ്ഞ ഒരു വർഷത്ത് പലപ്പോഴും വന്നിട്ടില്ലേ, സാരമില്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം വരുമ്പോൾ എന്റെ അപ്പച്ചന്റെ കിട്ടിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഓ പാസ്റ്ററെ, ഈ പ്രകാരമുള്ള സ്വഭാവം ഞങ്ങളുടെ വീട്ടിലുള്ളതാ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഇപ്രകാരമുള്ള സ്വഭാവത്തെ പിടിച്ച് നമ്മളെ ഒതുക്കാൻ വേണ്ടിയാ ദൈവാത്മാവ് പൗലോസി കൂടെ പറഞ്ഞ 2 കൊരിന്ത്യർ അതിന്റെ 12 അധ്യായത്തിന്റെ 3 തൊട്ട് 6 വരെ വായിക്കുമ്പോൾ എല്ലാ വിധമായ സ്വഭാവങ്ങളെ വി നീഡ് ടു കൺട്രോൾ ഇറ്റ്, ബ്രിങ് ഇറ്റ് ഡൗൺ. കാരണം ഓൺ എ ഡെയിലി ബേസിസ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അതാ. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഭൂമി പാഴ് ശൂന്യം. ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് എബ്രായ പദം തോഹു ബോഹു. ഇനി നിങ്ങൾ വിചാരിക്കും തോഹു എന്ന് പറഞ്ഞാൽ എന്തുവാണ്? തോഹു എന്നുള്ള വാക്കിന്റെ അർത്ഥം വേസ്റ്റ്. 2 അർത്ഥങ്ങൾ, പല അർത്ഥങ്ങളുണ്ടെങ്കിൽ 2 അർത്ഥം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, മലിനമായിരിക്കുന്ന വേസ്റ്റ്. ഇറ്റ്സ് എ വേസ്റ്റ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ യൂസ്ലെസ്, നമുക്ക് വേണ്ടാത്ത ചില കാര്യങ്ങൾ. അപ്പൊ ഈ ഭൂമി എന്തുവായി മാറി? ഒരു വേസ്റ്റ് ആയി മാറി. അതിന്റെ ഒറിജിനൽ ഭാഷ അർത്ഥം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത കാര്യമായി മാറി ഈ ഭൂമി. നമ്മൾ ആത്മീയ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ വേസ്റ്റ് ആകാൻ കാരണം എന്താന്ന് പറഞ്ഞാല് നമ്മൾ വേണ്ടാത്ത ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. വാർത്തകൾ വായിക്കേണ്ട, എല്ലാ വാർത്തയും വായിക്കുന്നത് നല്ലതല്ല. സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന് പറഞ്ഞ ദൈവദാസനുണ്ടായിരുന്നു. കർത്താവിന് ശക്തമായിട്ട് ഉപയോഗപ്പെട്ട ഒരാളായിരുന്നു. ഇംഗ്ലണ്ടില് 13 പേര് മരിച്ചവരെ മരണത്തിൽ നിന്ന് ഉയർത്തിയതാണ്. ഈ ദൈവദാസന്റെ വീട്ടില് ഒരു ആള് കാണാൻ വേണ്ടി വന്നു. ഒരു ദേവാസം പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വന്ന് നിങ്ങളുടെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ. അന്നത്തെ കാലത്ത് ഇന്നേക്ക് ഐ തിങ്ക് മോർ ദാൻ 100 years ബാക്ക് അദ്ദേഹം വലിയ കാര്യത്തിൽ കക്ഷത്തിൽ ഒരു സാധനം ഇങ്ങനെ കെട്ടിവെച്ചേച്ച് ഇങ്ങനെ കയറി വന്നിട്ട് വാതിക്കാൻ നിൽക്കുക. ഇൻവിറ്റേഷൻ കൊണ്ട് വന്ന. അപ്പൊ സ്മിത്ത് വിഗിൽസ്വർത്ത് അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, നിന്റെ കക്ഷത്തിരിക്കുന്നതുവാ, വാട്ട് ഇസ് ഇറ്റ്? പുള്ളി പറഞ്ഞു, ഇത് ന്യൂസ് പേപ്പറാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു എടുത്ത് കളയാൻ പറഞ്ഞു. എന്റെ വീട്ടിൽ കയറുന്ന മുമ്പ് ന്യൂസ് പേപ്പർ കളഞ്ഞിട്ടേ കയറാം. ഞാൻ ന്യൂസ് പേപ്പറിനെതിരല്ല ഞാൻ പറഞ്ഞ്. ബട്ട് വാട്ട് സ്മിത്ത് വിഗിൽസ്വർത്ത് വാസ് സേയിങ് വാസ്, എന്റെ വീട്ടില് ഇതേ ഞാൻ വായിക്കാറുള്ളൂ. ഏതാ? ദൈവവചനം. ഇത് വായിച്ച് എൻ്റെ അകത്ത് ബലം ഞാൻ പ്രാപിക്കുമ്പോൾ ഇതിനകത്ത് എഴുതി എല്ലാം ഞാൻ വായിക്കാൻ എനിക്കൊന്നാളെ സമയമില്ല. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനകത്ത് കയറുന്ന ചിന്തകളെ കുറിച്ച് നിങ്ങൾ അറിയാമെന്ന് ചോദിച്ചു. He had to throw that and then he came in. പലപ്പോഴും വേണ്ടാത്ത ചില ന്യൂസുകൾ, വേണ്ടാത്ത ചില വ്യൂസുകൾ, വേണ്ടാത്ത ചില ചിത്രങ്ങൾ, വേണ്ടാത്ത ചില സൈറ്റുകൾ, വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടും കേട്ടും നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നമ്മൾ അതിനെ ഒരു വേസ്റ്റ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുക. അൺവാണ്ടഡ്, വേണ്ടാത്ത ചില പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, സ്വഭാവങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്. Many of the thoughts are unwanted. Many of the books are unwanted.
എന്തുവായി മാറുവാന്നറിയാം. ഭൂമി പാഴായിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിനകത്തും പാഴായിക്കൊണ്ടിരിക്കുക. ഒരു രാത്രി കൊണ്ടല്ല നമ്മൾ പാഴാവുന്നത്. പല നാളുകൾ ഇത് കേട്ട് കേട്ട് അറിയാതെ ഇതെല്ലാം ചെയ്യുന്ന, അറിയാതെ കുഞ്ഞുങ്ങള് വീഡിയോ കാണുമ്പോഴും വീഡിയോ ഗെയിം കളിക്കുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാ അവരുടെ അകത്തോട്ട് എന്തുവാ ചെല്ലുന്നെന്ന്. വേറൊരർത്ഥം ഇതിനെ പറയാൻ ആഗ്രഹിക്കുന്നു, വേസ്റ്റ് ബിൻ. പെട്ടെന്ന് സമയം പോകുന്ന പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വേസ്റ്റ് ബിൻ, തോഹു എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ബിൻ. നമ്മുടെ മൈൻഡ് ഒരു ഡൗൺലോഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമായി മാറിക്കൊണ്ടിരിക്കുക അല്ലേ. കുഞ്ഞുങ്ങള് പല കാര്യങ്ങള് എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ മൈൻഡിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസത്തിന്റെ സംഭവങ്ങള് കാണുമ്പോഴും കേൾക്കുമ്പോഴും അൺനോയിങ്ലി, വേണ്ട അറിയാതെ തന്നെ നമ്മുടെ മൈൻഡിനകത്ത് നമ്മൾ അതിനെ ഡൗൺലോഡ് ചെയ്യുക. കള്ളങ്ങള്, കറപ്ഷന്, നമുക്കുണ്ടാകുന്ന വിഷമങ്ങള്, ഇതെല്ലാം ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം, പിശാച് നമ്മുടെ മൈൻഡിനെ ഒരു തോഹു ആയിക്കൊണ്ടിരിക്കുക, നമ്മുടെ ആത്മീയ അന്തരീക്ഷത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇസ്രായേൽ മക്കൾക്കും സംഭവിച്ച അതുപോലെ തന്നെയാ, ഹൗവയ്ക്കും സംഭവിച്ച അതുപോലെ തന്നെയാ. സാത്താൻ വന്ന് അവളോട് സംസാരിച്ചപ്പോൾ വേണ്ടിയ കാര്യം എടുക്കാതെ വേണ്ടാത്ത വ്യൂസിനെ അങ്ങ് എടുത്തു. നീ ദൈവത്തെ പോലാവും എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഷീ റിസീവ് ദാറ്റ്. അതുപോലെ തന്നെ ലോത്തിന്റെ പെമ്മക്കളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും പറയാം ലോത്ത് നല്ലൊരു നീതിമാനായിരുന്നെന്നാ, വലഞ്ഞു പോയ നീതിമാനാണെങ്കിലും നീതിമാനായിരുന്നെന്നാ. പക്ഷെ മക്കൾക്ക് എന്താ സംഭവിച്ചത്? while they were staying in Sodom, ഈ വക ചിന്തകളെല്ലാം കുഞ്ഞുങ്ങൾ കണ്ടോണ്ടിരിക്കുകയായിരുന്നു, അറിയാതെ തന്നെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. We need to know some things happen unknowingly, but we need to be vigilant. എപ്പോഴും നമ്മൾ വിജിലന്റിലായിരിക്കണം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കാളക്കുട്ടിയെ ആരാധിക്കാൻ എന്താ അവർക്ക് തോന്നിയത്? ഒറ്റ രാത്രിയും കൊണ്ട് സംഭവിച്ചതല്ല. അവർ മിസ്രൈമിൽ താമസിച്ചപ്പോൾ കാളക്കുട്ടിയെ ആയിരുന്നു മിസ്രൈമിലെ ആൾക്കാർ ആരാധിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ കണ്ട് 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 അവരുടെ മനസ്സിൽ ഇത് കിടപ്പുണ്ടായിരുന്നു. ദൈവത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അതിനെ ആരാധിക്കാൻ വേണ്ടി ഒരു തോന്നൽ തോന്നി. വാട്ട് ഇസ് ഹാപ്പനിങ്? ദേ ഹാവ് ബിക്കം തോഹു. ഇതുകൊണ്ട് എന്തോ സംഭവിച്ചു? ഭൂമി പാഴായ പോലെ ദൈവമക്കളുടെ അവസ്ഥയും ഒരു പാഴായ അവസ്ഥ. റോങ് ആയിട്ടുള്ള വചനം പഠിപ്പിക്കുന്ന റോങ് ഇന്റർപ്രിട്ടേഷനിലേക്ക് പോവുക. റോങ് തിയോളജി, റോങ് ടീച്ചിങ്, പലവിധമായ വേണ്ടാത്ത ആരാധനകൾ, വേണ്ടാത്ത പഠിപ്പീരുകളൊക്കെ സഭയ്ക്കകത്ത് കയറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്തോ സംഭവിക്കുന്നത്? പല സഭകളും പാഴും ശൂന്യായിരിക്കുന്നു, പല വ്യക്തി ജീവിതങ്ങളും പാഴും ശൂന്യായിരിക്കുന്നു, പല കുടുംബങ്ങളും പാഴും ശൂന്യായിരിക്കുന്നു. നോക്കിയാൽ എന്തുവാ പാസ്റ്ററെ? ഒരു ജീവനില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ആരാധിക്കാൻ തോന്നുന്നില്ല, പാട്ടുപാടാൻ തോന്നുന്നില്ല. വാട്ട് ഹാസ് ഹാപ്പൻഡ്? എന്തോ എന്നെ മങ്ങതയിലേക്ക് കൊണ്ടുവന്നിരിക്കുക. കഴിഞ്ഞ ഒരു വർഷത്തെ ഈ സംഭവം നിരാശയിൽ നമ്മളെ കൊണ്ടുപോയ എത്ര പേരുണ്ട്? ഹൗ മെനി ഓഫ് us would say that this kind of situation has brought me to that level? But I am telling you, do not give up. നമ്മുടെ ദൈവം ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ദൈവം എന്തുവാ ചെയ്യുന്നത്? അതാണ് എൻ്റെ മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്. The transforming capacity of the abiding presence of God. ദൈവത്തിന്റെ മാറ്റം വരുത്തുന്ന ആ സാന്നിധ്യം. നമ്മൾ വായിച്ച ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുന്നു, പാഴ്ശൂന്യായ ഈ ഭൂമി എന്തുവായി മാറി? ഇത് ദൈവത്തിന്റെ വെള്ളത്തിന്റെ മേലെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുക നമ്മൾ വായിച്ചത്. ഇതൊക്കെ നടക്കുമ്പോഴും ദൈവം എന്തുവാ പ്ലാൻ ചെയ്തത്? ദൈവം വേറെ രീതിയിലാണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ ദൈവം ചിന്തിക്കുന്നത്. ഒരു സാധനം വേസ്റ്റ് ആയി കഴിഞ്ഞാൽ വാട്ട് യൂഷ്വലി വി ഡു? വി ത്രോ ഇറ്റ് ഓഫ്, നമ്മൾ എടുത്താൽ കളയും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് തന്റെ സൃഷ്ടിയെ കണ്ടുകൊണ്ട് അങ്ങനെ എടുത്തു കളയാൻ വേണ്ടി തീരുമാനിക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ആരോ പറഞ്ഞ പോലെ തന്നെ ദൈവത്തിന്റെ ദൃഷ്ടി തന്റെ മക്കളുടെ മേല് വർഷത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട്. ജാനുവരി 1 മുതൽ ഡിസംബർ 31 വരെ. സോ വാട്ട് ഈസ് ഹി ഡൂയിങ്? ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ദൈവം വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പെർസ്പെക്റ്റീവ് ഡിഫറെന്റാ. അവിടെ നമ്മൾ വായിക്കുന്നത് ഗോഡ് സീസ് ബട്ട് വിത്ത് എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. നമ്മൾ കാണുന്ന പോലല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വേസ്റ്റ് ആയെന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്താൽ കളയും. വലിയ കാര്യത്തിൽ കരിയാപ്പില നമ്മൾ നല്ല കറിക്കകത്തിട്ടിട്ട് കഴിക്കാൻ നേരം ആവുമ്പോൾ എടുത്ത് അങ്ങ് കളയും. എന്തിനാ?
നമുക്കതിനി വേണ്ട, അതിന് യൂസ് ഇത് തീർന്നു. നമ്മളെ കണ്ടുകൊണ്ട് ദൈവം അങ്ങനല്ല ചെയ്യുന്നത്. ഈ ഭൂമിയെ കണ്ടുകൊണ്ട് 3 രീതിയിലുള്ള റിയാക്ഷനാ. സാത്താൻ അത് കാണുമ്പോൾ വളരെ സന്തോഷമാ, ഞാനതിനെ നശിപ്പിച്ചല്ലോ. നമ്മളെ കാണുമ്പോഴും നമ്മുടെ അവസ്ഥ കാണുമ്പോൾ സാത്താൻ വളരെ സന്തോഷമാണ്. വൈറസ് വന്നല്ലോ, ഇവർക്ക് ഇനി മുൻപോട്ട് പോകണ്ട, ഒരുമിച്ച് ആരാധിക്കാൻ വേണ്ടി കടന്നു വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സന്തോഷിക്കുന്നുണ്ട്. വാട്ട് ഡസ് മാൻ ഡു? മനുഷ്യൻ എന്തോ എടുക്കുന്നു? മനുഷ്യൻ ഹെൽപ്ലെസ് ആയിരിക്കുന്നു, മാറിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, ഇനി വാക്സിൻ വരുന്നു. ഒരു വാക്സിൻ വന്നപ്പോഴേ അടുത്ത വൈറസ് വന്നു കഴിഞ്ഞു. ഇംഗ്ലണ്ടിൽ അടുത്ത വൈറസ് വന്നു കഴിഞ്ഞു ഇല്ലേ? ഞാൻ ആരോ പറഞ്ഞു കേട്ടു ഇങ്ങനെ 20 എണ്ണം ചൈനയുടെ കയ്യിൽ ഉണ്ടെന്നാ. അപ്പോൾ ഓരോന്നോരോന്ന് വരും. ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. ഒരു വൈറസ് വരും, അടുത്ത വാക്സിൻ വരും. പക്ഷെ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഹെൽപ്ലെസ്, വി ആർ കൈൻഡ് ഓഫ് ഹെൽപ്ലെസ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ. പക്ഷെ ദൈവം എന്തോ പറയുന്നത്? ദൈവം പറഞ്ഞത്, ഞാൻ ഇതിന്റെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന. വാട്ട് ഡസ് ഗോഡ് ഡു? വാട്ട് ഡു യു മീൻ ബൈ ഹോവറിങ്? പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്തുവാ? അതിന്റെ അർത്ഥം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം എന്ന് പറയുമ്പോൾ റാഖബ് എന്നുള്ള പദമാണ്. റാഖബ്, RACHAP. റാഖബ് എന്നുള്ള പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥത്തിലേക്ക് ഞാൻ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഈ അവസ്ഥ കണ്ടിട്ട് അതിന്റെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് അർത്ഥം, ഹി സേസ് ഐ ആം നോട്ട് ഗോയിങ് ടു ഗീവ് അപ്പ് ഓൺ മൈ ക്രിയേഷൻ. എന്റെ സൃഷ്ടിയെ കണ്ടിട്ട്, അതിന്റെ നാശം കണ്ടിട്ട് ഞാൻ മാറി നിൽക്കാൻ പോവല്ല, ഞാൻ അവന്റെ പുറകെ പോവും. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. യോഹന്നാൻ 21 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അദ്ദേഹം മാറി മീൻ പിടിക്കാൻ വേണ്ടി 6 പേരോട് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ വല്ലവരായിരുന്നെങ്കിൽ വാട്ട് വുഡ് ഹാവ് വി ഡൺ? നമ്മൾ എന്താ ചെയ്തേനെ? നമ്മള് ഒരിക്കലും ആ പത്രോസിനെ സ്വീകരിക്കത്തില്ലായിരുന്നു. ബട്ട് മൈ ലോർഡ്, നമ്മുടെ ദൈവം അവന്റെ പുറകെ പോയി. എനിക്കറിയാം നീ തെറ്റ് ചെയ്തു, എനിക്കറിയാം നീ പിന്മാറി, എനിക്കറിയാം നീ എന്നെ തള്ളിപ്പറഞ്ഞു, എനിക്കറിയാം നിന്റെ പ്രാർത്ഥന കുറഞ്ഞു, എനിക്കറിയാം നീ എന്നെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നില്ലെന്ന് എനിക്കറിയാം. എന്നാലും എന്റെ ദൈവം പറയുന്നത്, ഐ വിൽ കം ആഫ്റ്റർ യു. കഴിഞ്ഞ 1 വർഷത്തിൽ പല പ്രാവശ്യം നമ്മൾ സാക്ഷ്യം പറയാറുണ്ട്, ഞാൻ അവിശ്വസ്തനായിരുന്നെങ്കിലും ദൈവം വിശ്വസ്തനാ. കാരണം എന്താ? ദൈവത്തിന്റെ സ്വഭാവം അങ്ങനെ. ഹി വിൽ കം ആഫ്റ്റർ us. ഹി വിൽ നെവർ ഗിവ് അപ്പ്. ദൈവം പറയുന്നത്, എത്ര നഷ്ടമായാലും ഞാൻ അതിനെ പിന്നെയും പണിയും. അതിന്റെ കാരണം എന്താ? ഞാനാ ഇതിനു വേണ്ടി വില കൊടുത്തത്. ഇന്ന് രാത്രി കാലം ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, എൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് ആശയ്ക്ക് വകയില്ല, I cannot move forward. But I'm going to tell you, the Lord says, I have not given up on you. I am still coming after you. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മേൽ പരിവർത്തിച്ച പോലെ ദൈവം നമ്മുടെ പുറകിലേക്ക് വരുന്നു. റാബാല ശംദ്രബാലബാലബ. ഇന്ന് രാത്രികാലം നിങ്ങൾ ഗിവ് അപ്പ് ചെയ്തെങ്കിലും എന്റെ ദൈവം പറഞ്ഞ, ഐ ഹാവ് നോട്ട് ഗിവൻ അപ്പ് ഓൺ യു. ഐ ഹാവ് നോട്ട് ഗിവൻ അപ്പ് ഓൺ യുവർ ഫിസിക്കൽ സിറ്റുവേഷൻ, ഇമോഷണൽ സിറ്റുവേഷൻ, അപ്പോൺ യുവർ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. നിങ്ങളുടെ അവസ്ഥയുടെ കണ്ടുകൊണ്ട് മാറി നിൽക്കുന്ന ദൈവമല്ല, അവൻ നമ്മുടെ കൂടെ വരുന്ന ദൈവമാ. അവിടെ നമ്മൾ വായിക്കുന്നത്, God is very closely dealing with his creation. തന്റെ ക്രിയേഷന്റെ കൂടെ വസിക്കാൻ. ദൈവത്തിന്റെ പേരെന്തുവാ? ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാല് ഗോഡ് വിത്ത് അസ്. പുതിയ വർഷത്തിൽ ഈ വാഗ്ദത്തം എടുത്തോണം, ദൈവം നമ്മോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അവൻ ഒരു കമ്പാഷനേറ്റ് ദൈവമാണ്, ദയുള്ള ദൈവമാ. മൂഢനായ പുത്രനെ കുറിച്ച് ലൂക്കോസ് 15 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, 20-ാം വാക്യത്തിൽ വായിക്കുന്നു, മൂഢനായ പുത്രൻ മടങ്ങി വരുന്നവരെ പിതാവ് നോക്കിക്കൊണ്ടിരുന്നു. അവൻ വീട്ടിലോട്ട് വരുമ്പോഴേ പിതാവ് ഓടിപ്പോയി. ആർക്കെങ്കിലും അറിയാം why did the father run? അന്നത്തെ കാലത്ത് പിതാക്കന്മാര് ഇങ്ങനെ ഓടത്തില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഓടാൻ കാരണം പിതാവിനറിയാം, അന്നത്തെ കോണ്ടെക്സ്റ്റില് ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഓടിപ്പോയോണ്ട് എല്ലാവരും കല്ലെറിയെന്ന് അറിയാം. തിരിച്ചു വരുമ്പോൾ കല്ലെറിയുന്നതിന് മുമ്പേ പിതാവ് പോയിട്ട് അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. കല്ല് വീഴുവാണെങ്കിൽ എൻ്റെ പുറത്തോട്ട് വീഴട്ടെന്ന്. നമ്മുടെ ദൈവം അങ്ങനത്തെ ദൈവമാ. നമ്മുടെ സിറ്റുവേഷൻ കണ്ടുകൊണ്ട് ശത്രുവാവൻ നമ്മളെ നശിപ്പിക്കാൻ നോക്കുമ്പോഴും നമ്മുടെ കർത്താവ് നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, ഡോണ്ട് വറി, ഐ ആം ദേർ ടു ടേക്ക് കെയർ ഓഫ് യു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, റാഖബ് എന്ന വാക്കിന്റെ അർത്ഥം ഒരു തള്ളക്കോഴി ഒരു മുട്ടയുടെ പുറത്ത് അടയിരിക്കുന്ന ഒരു സീൻ അവിടെ കാണുന്നത്. ദാറ്റ്സ് എ വേർഡ് യൂസ്ഡ് ദേർ ഇൻ ഹീബ്രു ലാംഗ്വേജ്. പുരന്നിരിക്കുന്നു.
ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ വാക്ക് നമ്മൾ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മേൽ പൊരുന്നിരുന്നു, അടയിരുന്നു. The Lord, the Spirit of God was, instead of saying hovering over it, you should say the Spirit of God was brooding over it. ഒരു തള്ളക്കോഴി മുട്ടയുടെ പുറത്ത് പൊരുന്നിരിക്കുമ്പോൾ എങ്ങനെ അവിടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജെന്റലി അതിന്റെ പുറത്തിരിക്കുന്നത്. അത് നോക്കിയിട്ട് പറയുന്നത്, എല്ലാ കോഴികളും അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴും തള്ളക്കോഴിയുടെ മനസ്സിലൊരു ചിന്തയുണ്ട്. മറ്റവരെല്ലാം കളിയാക്കുമായിരിക്കും, നീ എന്തോ ഇതിന്റെ പുറത്തിരുന്ന് ചെയ്യുന്നത്. ബട്ട് മദർ ഹെൻ 21 ദിവസം മുട്ടയുടെ പുറത്തിരുന്നോണ്ട് പറയുന്നത്, ഞാൻ ഈ മുട്ടയുടെ അകത്ത് ഒരു ജീവൻ കാണുന്നു. ഐ എം സീയിങ് എ ലൈഫ് ഇൻസൈഡ് ദ എഗ്. എല്ലാവരും മാറി നിൽക്കുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നശിക്കപ്പെട്ട ഭൂമിയുടെ പുറത്ത് ഇരുന്നോണ്ട് ഉരുന്നിരുന്നോണ്ട് പറയുന്നത്, ഞാൻ ഒരു ജീവൻ കാണുന്നു. ഇന്ന് രാത്രികാലം ഈ പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കാൻ ഇനി അടുത്ത 12 മിനിറ്റൂടെ ഉള്ളൂ. ആ മിനിറ്റിന്റെ ഇടയ്ക്ക് ദൈവത്തിന്റെ ആത്മാവ് ഓരോരുത്തരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, what is your situation right now? You have been fasting for several weeks now, several days. പല ദിവസങ്ങളായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ചിലപ്പോൾ ഒരു നിമിഷം ചിന്തിക്കുമായിരിക്കും, കർത്താവ് എല്ലാം അന്ധകാരമായി, എല്ലാം നിരാശയിലേക്ക് കടന്നുപോയി. ഇനി ലോക്ക്ഡൌൺ സിറ്റുവേഷനില് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തില്, എൻ്റെ കുടുംബപരമായ ജീവിതത്തില്, എൻ്റെ സഭപരമായ ജീവിതത്തില്, എൻ്റെ ഫൈനാൻസിന്റെ മേല്, എൻ്റെ കരിയറിന്റെ മേല് ഒരു അന്ധകാരം നിറഞ്ഞൊരു അവസ്ഥയാണ് ഞാൻ കാണുന്നത്, എനിക്കൊരു മാറ്റം കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന് ആത്മ പറയുന്നത്, ഞാൻ അതിന്റെ മേൽ അടയിരിക്കുക. ഐ ആം ബ്രൂഡിങ് ഓവർ ഹിറ്റ്. ദൈവം അടയിരിക്കുമ്പോൾ ഓർത്തോണം, മറ്റവർ ചിന്തിച്ചാലും ഇല്ലേലും ദൈവം ഒരു ജീവൻ കണ്ടുകൊണ്ടിരിക്കുക. ഒരു തള്ളക്കോഴി മുട്ടയുടെ അകത്ത് ജീവൻ കണ്ടുകൊണ്ടിരിക്കുക, ഒരു ഷേപ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ നമ്മുടെ അവസ്ഥയെ കണ്ടുകൊണ്ട് ദൈവം പറയുന്നത്, നീ ആയിരിച്ചു എല്ലാം നശിച്ചെന്ന്, പക്ഷെ ഐ ആം സീയിങ് എ ന്യൂ ലൈഫ് ഇൻസൈഡ് യു. ഹല്ലേലൂയ. ഒരു സംഭവം ഞാൻ പറയട്ടെ, പല സംഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒരു സംഭവം പറയാം. വർഷങ്ങൾ മുമ്പേ ഡെറാഡൂണിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ പേര് അഭിജിത്ത് സർക്കാർ എന്നായിരുന്നു. അദ്ദേഹത്തിന് ബംഗാളുകാരനായിരുന്നു, വളരെ നല്ലൊരു പയ്യനായിരുന്നു, പഠിക്കാനും എടുക്കാൻ എല്ലാ രീതിയിലും നല്ല സ്വഭാവമായിരുന്നു. പക്ഷെ നിപ്പിൽ പുള്ളി മറിഞ്ഞു വീഴുമായിരുന്നു. പുള്ളിക്ക് എന്തോ രോഗം നമുക്കൊന്നും അറിയത്തില്ല, എങ്ങനെയോ മറിഞ്ഞു വീഴും. പിന്നെ ക്രിസ്മസ് അവധിക്ക് പുള്ളി നാട്ടിൽ പോയി. കൽക്കട്ടയിൽ മടങ്ങി പോയപ്പോൾ അയാൾ ചെക്കപ്പ് വേണ്ടി പോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമറാണ്, 93% ബ്രെയിൻ ട്യൂമർ. എങ്ങനോ ഇവൻ അറിഞ്ഞു, തിരിച്ച് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് കോളേജിൽ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, സാറേ എനിക്ക് 6 മാസമേ ഉള്ളൂ, ഐ എം ഗോയിങ് ടു ഡൈ. ഞാൻ പറഞ്ഞു, എന്തോ സംഭവിച്ചേ? പുള്ളി പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു എനിക്ക് 93% ട്യൂമറാണ്, എനിക്ക് ഇത് വിടുതൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഞാനും അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞു പോയി. കാരണം ഇത്രയും നല്ലൊരു പയ്യന് പെട്ടെന്ന് രോഗിയായി ഇങ്ങനെ ആയി മരിച്ചു പോയാൽ എന്തുവാ ഞാൻ ചിന്തിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2-3 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ ഫൈനൽ എക്സാം ആയിരുന്നു. എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ മൂക്കിക്കൂടെ ബ്ലഡ് വന്നിട്ട് ആ കടലാസിന് മേൽ, പുള്ളിയുടെ എക്സാം പേപ്പറിന് മേൽ വീഴാനിടയായി. അവസാനം വളരെ സീരിയസ് ആയി. തന്റെ പിതാവിനെ ഞങ്ങൾ വിളിച്ചു വരുത്തി. ഫാദർ തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കോളേജിലുള്ള എല്ലാവരും, 250 സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവരും ഓൾമോസ്റ്റ് കരയുന്ന പോലായി. കാരണം ഇവനെ ഇനി കാണാൻ ഒക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു, സാരമില്ല അഭിജിത്തെ, നീ പൊക്കോ, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വാസത്തോടെ അവനെ പറഞ്ഞു വിട്ടു. അവന്റെ പിതാവ് ഡെറാഡൂണിൽ നിന്ന് അവനെ ഡൽഹി കൊണ്ടുവന്നു. ഡൽഹിയിലെ എയിംസ് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് പരിചയമുള്ള ഡോക്ടർമാരുണ്ടായിരുന്നു. അവിടെ പോയി ഒന്ന് നോക്കാൻ വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾ വേണേ സ്കാൻ ചെയ്തിട്ട് സർജറി ചെയ്യാം, പക്ഷെ ഹോപ്പ് പറയാനൊക്കത്തില്ല, മരിക്കാൻ ചാൻസ് ഉണ്ട്, ചിലപ്പം റിക്കവർ ആയെന്നിരിക്കും, പക്ഷെ വി കാൻ ഗീവ് യു ഗ്യാരണ്ടി. എഴുതി തരണം എന്ന് പറഞ്ഞു. പിതാവ് എഴുതി കൊടുത്തു, സൈൻ ചെയ്ത് കൊടുത്തു, നോ പ്രോബ്ലം, ലെറ്റ്സ് ഹാവ് എ സർജറി. അടുത്ത ദിവസം സ്കാനിന് പോയപ്പോൾ ഡോക്ടർമാർ നോക്കിയപ്പോൾ 97% ട്യൂമർ. അവർ പറഞ്ഞു ചാൻസ് കുറവാ, ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. അടുത്ത ദിവസം അവര് 9 മണിക്ക് ഡോക്ടർമാർ പറഞ്ഞു ഇവന്റെ സർജറി ആയിരിക്കും എന്ന് പറഞ്ഞു. 9 മണിക്ക് സർജറിക്ക് മുമ്പേ തലരാത്രി ഇദ്ദേഹത്തിന് ഉറക്കമില്ല. ഞങ്ങൾ ഡെറാഡൂണിൽ അങ്ങനെ ഈ വിഷയം കേട്ടോണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഹോൾ നൈറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രാത്രി ഇവനും
പിതാവും കൂടെ ഒരു മുറിക്കകത്തിരുന്നോ ഡൽഹിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവന് പേടി, ഇവൻ സർജറി വേണ്ട, പേടിയാ, മരിച്ചു പോകുന്നുള്ള പേടി. 12 മണിയായി, 1 മണിയായി, 1:30 ആയപ്പോൾ പെട്ടെന്ന് ഏതോ ശക്തി അവന്റെ മേൽ വ്യാപരിക്കുന്ന കണ്ടു. അവന് മനസ്സിലായി ഏതോ കാര്യം ഇവിടുന്ന് ഇവോപ്പറേറ്റ് ആയ പോലെ അവൻ തോന്നി. അതിനുശേഷം രാവിലെ 7-8 മണിയായപ്പോൾ റെഡി ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ഇദ്ദേഹം കരയാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു, എന്തോ സംഭവം? ഇവൻ പറഞ്ഞു, ഡോക്ടർ ഹാവ് 1 more സ്കാൻ ഫോർ മീ, ഒരു പ്രാവശ്യം കൂടെ സ്കാൻ ചെയ്യാമെന്ന് ചോദിച്ചു. ഇവിടെ മെഡിക്കൽ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർ പലരും ഉണ്ടല്ലോ, നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. ഡോക്ടർമാരെല്ലാം അദ്ദേഹത്തെ വഴക്ക് പറയാൻ തുടങ്ങി. ഓപ്പറേഷന്റെ സമയമായി, നീ ഇങ്ങനെ ഞങ്ങളുടെ സമയം കളയല്ലേ, വൈ ആർ യു ഡൂയിങ് ലൈക്ക് ദാറ്റ്? ഇവൻ കരയാൻ തുടങ്ങി. ഇവന്റെ കരച്ചിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ശരി, നിന്നെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒരു സ്കാൻ കൂടി ചെയ്യാന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ 9 മണിക്കാ അവർ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ മടങ്ങി വരുന്നില്ല. ആ ഡോക്ടർ മറ്റേ ഡോക്ടർമാരുടെ കൂടെ ഇരുന്നിട്ട് കോൺഫറൻസ് ചെയ്തോണ്ടിരിക്കുക, ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. സംഭവം എന്തോന്ന് അറിയാം? അവര് ഡിസ്കസ് ചെയ്തതിന്റെ അതിന്റെ അകത്തുള്ള കാര്യം അവർ പറഞ്ഞ, either he is not the one who came yesterday or there is some problem with our machine. നമ്മുടെ മെഷീൻ എന്തോ പ്രോബ്ലം ഉണ്ട്, അല്ല ഇവൻ എല്ലാവരും ഇന്നലെ വന്നത്. കാരണം ഇന്നലത്തെ സ്കാൻ റിപ്പോർട്ട് 97% ട്യൂമർ, ഇന്നത്തെ സ്കാൻ റിപ്പോർട്ട് 0% ട്യൂമർ. ഹല്ലേലൂയ. അവരെല്ലാം കൂടി 4-5 മണിക്കൂർ ഡിസ്കസ് ചെയ്തു. അവസാനം അഭിജിത്തിനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്കറിയത്തില്ല എന്തോ സംഭവിച്ചെന്ന്, നീ എല്ലാവർക്കും ഇന്നലെ വന്നേ. അവൻ പറഞ്ഞു, സാറേ ഞാൻ തന്നെ ഇന്നലെ സ്കാനിന് വേണ്ടി വന്നത്, നിങ്ങളുടെ മെഷീനും കുഴപ്പമില്ല, എന്റെ യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് ഹിന്ദുക്കളായിരിക്കുന്ന ഡോക്ടർമാരുടെ മുമ്പില് അഭിജിത്ത് സാക്ഷ്യം പറഞ്ഞപ്പോൾ അവൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഡെറാഡൂണില് ഞങ്ങളെല്ലാം കൂടെ ആത്മാവിലായ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. കാരണം എന്താ? ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നത് അവൻ മരിക്കാൻ വേണ്ടിയല്ല, അവന്റെ അത് ജീവൻ വരാൻ വേണ്ടിയാ. ഇന്ന് രാത്രി കാലം ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, കർത്താവേ എന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ വേണ്ടി പരിശുദ്ധാത്മാവ് എന്റെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുക, എന്റെ മേൽ ബ്രൂഡ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം ഒരു തള്ള കൊടിയെ പോലെ മുട്ടയുടെ പുറത്ത് ഇരിക്കുന്ന പോലെ പൊരിഞ്ഞിരിക്കുന്ന പോലെ എന്റെ അവസ്ഥയുടെ മേൽ പൊരിഞ്ഞിരിക്കുക. എന്റെ കുഞ്ഞിന്റെ അവസ്ഥ മേല്, എന്റെ സ്വഭാവത്തില്, എന്റെ രോഗത്തിന്റെ മേല്, എന്റെ സിറ്റുവേഷന്റെ മേൽ ദൈവം പൊരിഞ്ഞിരിക്കുമ്പോൾ എന്റെ വായിന്ന് കർത്താവിന് സ്തുതി വരട്ടെ. ഈ പുതിയ വർഷത്തിൽ ഞാൻ പ്രവേശിക്കുമ്പോൾ ഒരു പുതിയ ജീവനായിട്ടാ വെളി വരാൻ പോകുന്നത്. ദൈവം കണ്ടിട്ട് പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ന് രാത്രികാലം നമ്മുടെ അവസ്ഥയെ കണ്ടിട്ട് പറയുന്നു, വെളിച്ചമുണ്ടാകട്ടെ, രോഗശക്തിയിൽ നിന്ന് നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ, നിന്റെ ജീവിതത്തിലുള്ള വിഷത്തിന്മേല് ഒരു വ്യത്യാസം വരട്ടെ, ഒരു ആത്മീയ അന്തരീക്ഷത്തില് തന്നെ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ഒരു ബലം വരട്ടെ. 21 ദിവസമായി കർത്താവിന് സന്നിധിയിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചില കുടുംബങ്ങളുടെ മേല്, ചില കുഞ്ഞുങ്ങളുടെ മേല് ഇനി സാധിക്കത്തില്ല, it is impossible, but my God says it is possible. Would you commit your lives into the Lord's hand? കർത്താവിനെ സ്തുതിക്കാൻ ആരംഭിക്കുക, കർത്താവിനെ മഹത്വപ്പെടുത്താൻ ആരംഭിക്കുക. ഈ കഴിഞ്ഞ 2020 പലവിധമായ ഈ വൈറസ് എന്നെ ബ്ലാക്ക് ഡൗണിലേക്ക്, ലോക്ക്ഡൌണിലേക്ക്, അന്ധകാരത്തിലേക്ക്, നിശ്ചലമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയെങ്കിൽ 2021, oh, the Lord is going to transform my situation. I'm going to be a new person, and the Lord is looking at you and saying, let there be light. വചനത്തിന്റെ പ്രകാശം ഉണ്ടാകട്ടെ, ഓ ജീവിതത്തിൽ വ്യത്യാസം വരട്ടെ. ലോബ കന്ദ്രമന ശബരമന ബബ, വർഷങ്ങളായി നാളുകളായി കർത്താവ് നിന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഒരു പുതുമ എനിക്ക് വേറെ ആർക്കും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. തള്ളക്കോഴി മുട്ടയുടെ അകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ മറ്റാർക്കും കാണാൻ കഴിഞ്ഞില്ല. പരിശുദ്ധാത്മാവ് നിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ വേണ്ടി കണ്ടുകൊണ്ടിരിക്കുക. You do not believe, but the Lord is going to do a change. Hallelujah. The Lord is going to bring a transformation inside your ICU. നീ വർക്ക് ചെയ്യുന്ന ജോലി സ്ഥാനത്ത്, നീ ഭവനത്തിൽ താമസിക്കുമ്പോഴും വൈറസ് ചുറ്റുപാടുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് നിന്റെ മേല് ആവശ്യിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൈറസും നിന്നെ തൊടത്തില്ല. വിശ്വാസം വെളിവരട്ടെ, സൗഖ്യം വെളിവരട്ടെ, വിടുതൽ വെളിവരട്ടെ. അനേക സംഭവങ്ങൾ എനിക്ക് പറയാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് വായകൾ തുറന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാൻ ആരംഭിക്കാം. Let us open our mouths and let us enter into this new year with praising and thanking God. Oh, I'm not going to be in the old situation. പഴയ കണ്ടീഷൻ മാറി, പുതിയ കണ്ടീഷൻ മാറി. The Lord is going to change my situation. I am going to be transformed. ശത്രുവനെ എന്നെ നശിപ്പിക്കാൻ
നശിപ്പിക്കാനും എന്റെ കുടുംബത്തെ നശിപ്പിക്കാനും എന്റെ ജോലി നശിപ്പിക്കാനും എന്റെ ആത്മീയ അന്തരീക്ഷം നശിപ്പിക്കാൻ നോക്കിയെങ്കിലും എന്റെ ദൈവം പറയുന്നത് ഞാൻ ഒരെണ്ണം പുതുത് പണിയാൻ പോവുക. നീ വിശ്വസിക്കുക, പുതിയത് പണിയാൻ വേണ്ടി ഇന്ന് രാത്രികാലം ആരംഭിച്ചിരിക്കുന്നു. ചില പുതുത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് തന്നെ ശരീരത്തിൽ ചില പുതുമ നടന്നുകൊണ്ടിരിക്കുന്നു, ആത്മാവിൽ ചില പുതുമ നടന്നുകൊണ്ടിരിക്കുന്നു. ഓ, ഭവനത്തിനകത്ത് ചില പുതുമ നടന്നുകൊണ്ടിരിക്കുന്നു, ചലനം നടന്നുകൊണ്ടിരിക്കുന്നു. It's not lockdown is not the end. My Lord says I am going to change the situation. Rakabala shakanamala hadalamara khadamala baba arkanamana sukirimana balaba arkana barababa. കർത്താവിന്റെ കരങ്ങളെ ജനത്തെ ഏൽപ്പിക്കുന്നു. ആത്മാവിന്റെ വലിയൊരു ചലനം ഉണ്ടാകട്ടെ, ആത്മാവിന്റെ ചലനം ഉണ്ടാകട്ടെ. ഇതേ സമയത്ത് ഞാൻ കാണുന്ന വിശ്വാസത്തോട് ചില രോഗികൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ഓ, സ്തുതിക്കാൻ കഴിയാതിരിക്കുന്നവരുടെ നാവിന് മേൽ ദൈവത്തിന്റെ ചലനം ഉണ്ടാകുന്നു. ഓ, റഖനബ, കൈകൊട്ടാൻ കഴിയാത്തവരുടെ മേൽ ദൈവത്തിന് ചലനം ഉണ്ടാകുന്നു. കർത്താവിനെ അറിയാതെ തന്നെ സ്തുതിക്കാൻ ഓ നമുക്ക് കഴിയും. ഹല്ലേലൂയ. റൂബ കന്ദ്രബലബ. അന്തരീക്ഷത്തിലുള്ള മാറ്റം വരുന്നു. The change is happening in the atmosphere. വൈറസിനെ നോക്കണ്ട, അവിശ്വാസത്തെ നോക്കണ്ട. എന്റെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേലെ ഓ ബ്രൂഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിന്റെ മേലെ ഹല്ലേലൂയ ഓ പുരന്നിരിക്കുന്നു. റഖലബ. ഒരു കോഴി കുഞ്ഞ് വെളി വരുന്ന പോലെ ചില പുതിയ കാര്യങ്ങൾ വെളിവന്നുകൊണ്ടിരിക്കുക. 2021 ചില പുതുത് വന്നുകൊണ്ടിരിക്കുക. വിശ്വസിക്കുക. ഓ, നീ വിശ്വസിച്ചാലും ഇല്ലേലും നിന്റെ കുഞ്ഞിന് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, എബനേസർ മലയാളം ഫെലോഷിപ്പിന് വേണ്ടി സിംഗപ്പൂരിൽ തന്നെ പരിശുദ്ധാത്മാവ് ഒരു തീബന്ധം ഒരുക്കിക്കൊണ്ടിരിക്കുക. ഓ ശത്രുവേ, നിനക്ക് എന്നെ നശിപ്പിക്കാൻ ഒക്കത്തില്ല. I am going to move ahead. I am going to enter into this new year with that great hope and deliverance from the Lord. കർത്താവിന്റെ കരങ്ങളെ കേൾപ്പിക്കാം. ഈ വചനകാലം നമ്മളെ ദൈവം സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. Glory to God. Hallelujah.